കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അട്ടിമറിക്ക് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചു. ഓരോ ജനാധിപത്യ വിശ്വാസിയും അറിഞ്ഞു കൊടുത്ത ഉത്തരം തന്നെയായിരുന്നു LDFിൻ്റെ പരാജയം. പക്ഷേ ഇവിടെയെല്ലാം നാം ചിന്തിക്കാത്ത, നമ്മെ ഏവരെയും ചിന്തിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പിണറായി എന്ന ഇരട്ടച്ചങ്കൻ്റെ ഏറ്റവും വലിയ ധാർഷ്ട്യത്തിന് 35 സീറ്റിലേക്ക് ചുരുങ്ങിയപ്പോൾ 102 സീറ്റുമായി UDF എക്കാലത്തെയും വലിയ ചരിത്രം തന്നെ കുറിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് വെറും ഒരു ഭരണമാറ്റമല്ല, രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിക്ക് ജനങ്ങൾ നൽകിയ ഏറ്റവും വലിയ അധപ്പതനത്തിൻ്റെ ശിക്ഷ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ തിരിച്ചറിവുകൾ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് സംസാരിക്കാം. ശിവൻകുട്ടിയിൽ നിന്നും പിണറായി പോലും പഠിക്കേണ്ട വലിയ പാഠമുണ്ട്. ആ മനുഷ്യൻ്റെ പരാജയം ഒരിക്കലും ഒരു ജനാധിപത്യ വിശ്വാസിയും ആഗ്രഹിച്ചതായിരുന്നില്ല. പക്ഷേ ഫാസിസത്തിൻ്റെ കരങ്ങൾ പിടിമുറുക്കിയ ഇടങ്ങളിലൂടെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ ആ ഫാസിസത്തിൻ്റെ കരങ്ങൾ മനുഷ്യത്വത്തെ തിരിച്ചറിയാത്ത മനുഷ്യർക്കിടയിൽ ആ പാവം ശിവൻകുട്ടി എന്ന് പറയുന്ന നല്ല മനുഷ്യൻ, അദ്ദേഹവും അതിന് കീഴടങ്ങേണ്ടി വന്നു. ഒരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കേണ്ടവർ തന്നെയാണ് ഇടതുപക്ഷവും എന്ന് ഇത്രയും വലിയ ധാർഷ്ട്യ ഭരണത്തിനിടയിൽ കൂടെ ജനങ്ങൾക്ക് നൽകിയ വലിയ മെസ്സേജ് തന്നെയായിരുന്നു ശിവൻകുട്ടിയിലൂടെ ഓരോ വിദ്യാർത്ഥിയും ഓരോ മനുഷ്യനും. യഥാർത്ഥത്തിൽ ശിവൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യനിലൂടെ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം മനുഷ്യനോടും ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വലിയ മെസ്സേജ് നമ്മളിലേക്ക് എത്തിച്ചത്. വിമർശിക്കുന്നവരോട് കയർത്ത് സംസാരിക്കാതെ ഏറ്റവും വിനീതമായിക്കൊണ്ടും അവർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നും പരിഹസിക്കുന്നവരെ പോലും അംഗീകരിച്ചുകൊണ്ടും മാത്രമായിരുന്നു വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്വാളിറ്റി. അദ്ദേഹം ട്രോളന്മാരോട് പോലും പുഞ്ചിരിയോടെ മറുപടി നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ക്യാപ്റ്റൻ റോളിലേക്ക് മാത്രം ഒതുങ്ങിയപ്പോൾ ഏറ്റവും നല്ല മനുഷ്യനായിക്കൊണ്ട് മാത്രമായിരുന്നു വി ശിവൻകുട്ടി ജനങ്ങളിലൂടെ സഞ്ചരിച്ചത്. സാധാരണക്കാരിൽ ഏറ്റവും സാധാരണക്കാരനു വേണ്ടി ചിന്തിക്കുന്ന മനുഷ്യനായി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് മാറാൻ കഴിഞ്ഞു. അത്രയ്ക്കും വലിയ മാറ്റങ്ങളായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം കൊണ്ടുവന്നത്. ഓരോ വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം ചിന്തിച്ച വലിയ ചിന്തകൾ തന്നെയായിരുന്നു കുട്ടികൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കാനുണ്ടായ കാരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, വരൂ മനുഷ്യരെ, വരൂ, അല്ലയോ ജനാധിപത്യ വിശ്വാസികളെ, നമുക്ക് സംസാരിക്കാം എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലൂടെയും പിണറായി വിജയൻ ഏറ്റവും വലിയ ധാർഷ്ട്യ നിലപാടിലൂടെ നീങ്ങുമ്പോൾ ജനങ്ങളിലൂടെ യഥാർത്ഥ കമ്മ്യൂണിസത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയം പിണറായി സർക്കാരിലെ പല മന്ത്രിമാരുടെയും ധാർഷ്ട്യ നിലപാടും ഒരിക്കലും പറയാൻ പറ്റാത്ത അറപ്പുളവാക്കുന്ന വാക്കുകളും തന്നെയായിരുന്നു. അവിടെയും ശിവൻകുട്ടി മാത്രമായിരുന്നു മുന്നിൽ നിന്നും മനുഷ്യനായിക്കൊണ്ട് നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പലർക്കും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്രാവശ്യം പല കമ്മ്യൂണിസ്റ്റ് കോട്ടകളും തകർന്നു പോയത്? വലിയ പ്രതീക്ഷകളുണ്ടായിരുന്ന വലിയ സിറ്റിംഗ് സീറ്റുകൾ പോലും തകർന്നുപോയി. എന്തുകൊണ്ട് സംഭവിച്ചു? യഥാർത്ഥത്തിൽ പാർട്ടിയിലെ അണികൾക്ക് പോലും മന്ത്രിമാരിലും അവരുടെ നയിച്ച നേതാക്കളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അത് വെറും വിശ്വാസം നഷ്ടപ്പെടലായിരുന്നില്ല, പലപ്പോഴും അവരുടെ ജീവിത ശൈലിയിൽ പോലുമുള്ള മാറ്റം അണികളെ ഓരോരുത്തരെയും സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ അണികൾ പോലും അവർക്ക് വോട്ട് ചെയ്തില്ല എന്ന് സാരം. പിണറായിയുടെ ധാർഷ്ട്യ നിലപാടിലെ മന്ത്രിമാരുടെ ജീവിതശൈലി പോലും പാവപ്പെട്ടവർക്ക് പെൻഷൻ നൽകുമ്പോൾ മന്ത്രിമാരും നേതാക്കളും ആഡംബര ജീവിതം നയിച്ചു. ആ സമയത്തും ജനങ്ങളുടെ കഷ്ടതകളോ പ്രയാസങ്ങളോ കാണാതെ അവർ സുഖലോലുപതയിൽ ജീവിച്ചു. പഴയ കമ്മ്യൂണിസ്റ്റ് ലാളിത്യം വെറും ഫോട്ടോകളിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു പിണറായി സർക്കാരിലൂടെ. 10 വർഷത്തെ ഏറ്റവും മോശപ്പെട്ട രാജകീയമായും അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റ് പരമായും സ്വച്ഛാധിപത്യമായുമുള്ള ഭരണം മാത്രമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്.
പലപ്പോഴും സഹപ്രവർത്തകരോടും പല പ്രോഗ്രാമുകളിൽ പോലും പിണറായി ഏറ്റവും മോശമായി കൊണ്ട് തന്നെ ജനങ്ങളോട് സംസാരിച്ചു. പിൻവാതിലൂടെ ഒരുപാട് ആളുകളെ ജോലിയിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ വിദ്യാഭ്യാസ യോഗ്യരായ പല മനുഷ്യരും പുറത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഇത് ഭരണപക്ഷത്തെ വലിയ രീതിയിൽ ബാധിച്ചു. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സർക്കാർ താഴേക്കിടയിലുള്ള ഏറ്റവും കഷ്ടപ്പെടുന്നവൻ്റെ കണ്ണീരാണ് കാണേണ്ടത് എന്ന് പിണറായി സർക്കാർ മറന്നുപോയി. താഴേക്കിടയിലുള്ളവരുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ പോയി. സപ്ലൈകോയിലെ വില വർധനവും KSRTC ബസ്സിൻ്റെ പ്രതിസന്ധിയും പല LDF ആശയക്കാരെയും UDFന് തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയി. പക്ഷേ ഇപ്പോൾ UDF ഭരണം ഏറ്റെടുത്തപ്പോൾ UDF ഇനി ശ്രദ്ധിക്കേണ്ട വലിയ പക്വതയോടെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 102 സീറ്റുകൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എക്കാലത്തെയും വലിയ വിജയമാണ് എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ അഹങ്കരിക്കരുത്. അതേസമയം ഇത് UDFനോടുള്ള അമിത സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ വിജയം എന്ന് നിങ്ങൾ ഓരോ UDFകാരനും ചിന്തിച്ചാൽ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾക്കും ഇതേ അപകടം പതിയിരിക്കും. അതേസമയം LDFനോടുള്ള കടുത്ത രോഷം കൊണ്ടും കൂടിയാണ് യഥാർത്ഥത്തിൽ UDFലേക്ക് ഇത്രയും ആളുകൾ വോട്ട് ചെയ്ത് UDFനെ ജയിപ്പിച്ചത്. അല്ലാതെ UDFനോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇത്രയും വലിയ ധാർഷ്ട്യവും പ്രയാസകരവുമായ ഭരണത്തിൽ ഒരിക്കലും മുന്നോട്ട് പോവാൻ കഴിയില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ ജനങ്ങളുടെ ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ചിന്ത മാറുകയായിരുന്നു. അല്ലാതെ ഒരിക്കലും UDFനോടുള്ള സ്നേഹമല്ല എന്ന് ഓരോ UDFകാരനും തിരിച്ചറിയണം. നിങ്ങളിൽ അർപ്പിതമായിട്ടുള്ള നിങ്ങളുടെ പ്രകടന പത്രികയും നിങ്ങൾ എന്താണ് ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇനിയെങ്കിലും നിങ്ങൾ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഭൂരിപക്ഷം കൂടുമ്പോൾ ഒരിക്കലും നാം അഹങ്കാരം പാടില്ല. ഇനി LDF ആവട്ടെ UDF ആവട്ടെ ഏത് ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളാണെങ്കിലും ജനങ്ങളുടെ അവസ്ഥയും സാഹചര്യവും മനസ്സിലാക്കാനുള്ള മനുഷ്യത്വമുണ്ടാവണം. അതായിരിക്കണം ഓരോ ഭരണാധികാരിയും. UDFന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാനും കഴിയട്ടെ എന്നാണ് ഈ ഒരവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ട്രഷറി അടച്ചിട്ട് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും സമരത്തിലിറങ്ങിയ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഖജനാവ് കാലിയായ സ്ഥിതിക്ക് അത്തരം സാഹചര്യങ്ങൾ വരാതെ എങ്ങനെ നിങ്ങൾ UDF ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഒരിക്കലും വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നതിലൊക്കെ ഉപരി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ജനങ്ങൾ കാണാനിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ഗ്രൂപ്പിസം കളികൾ തന്നെയാണ് UDF ഇനിയും കളിക്കാൻ പോകുന്നത് എങ്കിൽ ജനങ്ങൾ തീർച്ചയായും നിങ്ങളെയും കൈവിടും. ജനാധിപത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തിരുത്തലുകളാണ്. പിണറായി സർക്കാർ പരാജയപ്പെട്ടത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ നയങ്ങൾ കൊണ്ടല്ല എന്ന് UDF തിരിച്ചറിയണം. മറിച്ച് അദ്ദേഹം നടപ്പിലാക്കിയ രീതികളില്ല വലിയ മാറ്റങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹം പരാജയപ്പെട്ടത്. ശിവൻകുട്ടിയെപ്പോലെയുള്ള നല്ല മനുഷ്യരായിട്ടുള്ള ഭരണാധികാരികളും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ഇനി UDFലും ഉണ്ടാവണം. UDF എന്ന് പറയുന്നത് ഇത്തരം ആശ്രയമില്ലാത്ത ജനങ്ങൾക്ക് വലിയ ആശ്രയത്തിലാണ് അവർ. ആ പ്രതീക്ഷകൾ നിങ്ങൾ ഒരിക്കലും നശിപ്പിക്കരുത്. വോട്ട് ചെയ്ത ജനങ്ങളെ നശിപ്പിക്കാതിരുന്നാൽ 5 വർഷം ഏറ്റവും നല്ല സ്വർഗീയ ഭരണം നിങ്ങൾക്ക് കാഴ്ചവെക്കാം. ജനങ്ങളെ നിങ്ങൾ മറക്കാതിരുന്നാൽ ജനങ്ങൾ നിങ്ങളെ ഒരിക്കലും മറക്കില്ല എന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തി മനസ്സിലാക്കിയിരിക്കണം. പിണറായിയുടെ പതനത്തിൽ നിന്നും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ.